വെറും 5 ദിവസം ഈ ഒരു കാര്യം എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹവും നടക്കുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞ സത്യമാണിത്. അതുകൊണ്ട് തയ്യാറുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായി കാണാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വന്തം സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വലിയ സാമ്പത്തിക വിജയം നേടാനും കരിയറിൽ ഉയർച്ചകൾ കൈവരിക്കാനും നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ അതിവേഗം നിങ്ങളിലേക്ക് ആകർഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ പ്രപഞ്ചം ഇന്ന് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് കൃത്യമായൊരു മാന്ത്രിക ഇടത്തിലാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ അഥവാ ആകർഷണ നിയമത്തിൽ ആഗ്രഹങ്ങൾ സാധ്യമാക്കാനായി ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു ശാസ്ത്രീയ വിദ്യയാണ് 55x5 മാനിഫെസ്റ്റിംഗ് ടെക്നിക്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകാത്തതെന്ന്. കൂട്ടുകാരെ, നമ്മുടെ സാധാരണ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും സംശയങ്ങളാൽ നിറഞ്ഞതാണ്. എന്നാൽ നിങ്ങളുടെ 95% ജീവിതത്തെയും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിലേക്ക് ഒരു ആഗ്രഹം കൃത്യമായി എത്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ആ ആഗ്രഹത്തെ നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കി തരും. ഈ 55x5 ടെക്നിക്കിലൂടെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് ഇന്ന് നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഈ മാന്ത്രിക ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യുക, ഐ ട്രസ്റ്റ് ദി യൂണിവേഴ്സ്. വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യം തന്നെ എന്താണ് ഈ 55x5 ടെക്നിക്ക് എന്ന് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു അഫർമേഷൻ തുടർച്ചയായി 5 ദിവസങ്ങൾ ദിവസവും 55 തവണ വീതം ഒരു ഡയറിയിലോ പേപ്പറിലോ ബോധപൂർവം എഴുതി വെക്കുന്ന രീതിയാണ്. കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു സംഖ്യാശാസ്ത്രവും മനഃശാസ്ത്രവും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം 5 എന്ന സംഖ്യ വലിയൊരു മാറ്റത്തെയും ഊർജ വ്യതിയാനത്തെയും പുതിയ അവസരങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളൊരു പോസിറ്റീവ് വാചകം തുടർച്ചയായി 55 തവണ ഒരു ദിവസം എഴുതുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ അതിശക്തമായി ഉണരുകയും ആ ചിന്ത ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല കൂട്ടുകാരെ, നമ്മുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ശാസ്ത്രമാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ടെക്നിക് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ നിയമം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാചകത്തിൻ്റെ ഘടനയാണ്. നിങ്ങളുടെ ആഗ്രഹം എപ്പോഴും വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസിലായിരിക്കണം എഴുതേണ്ടത്. അതായത് ആ കാര്യം ഇതിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന ഭാവത്തിൽ വേണം എഴുതാൻ. ഉദാഹരണം, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ന്യൂ ഹോം. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ന്യൂ ജോബ്. മലയാളത്തിൽ, എൻ്റെ പുതിയ വീടിന് ഞാൻ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. എൻ്റെ പുതിയ കാറിന് ഞാൻ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. എനിക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. വളരെ ലളിതവും വ്യക്തവും നിങ്ങളുടെ ഹൃദയത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായിരിക്കണം. വലിയ കോംപ്ലിക്കേറ്റഡായ വാചകങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം ലളിതമായ വാക്കുകളെയാണ് ഉപബോധ മനസ്സ് അതിവേഗം സ്വീകരിക്കുക. രണ്ടാമത്തെ അതീവ പ്രധാനപ്പെട്ട നിയമം വികാരമാണ്, ഇമോഷൻ. നെവിൽ ഗൊദാർഡ് എപ്പോഴും പറയുമായിരുന്നു, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്, അഥവാ വികാരമാണ് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഭാഷയെന്ന്. നിങ്ങൾ ഡയറിയിൽ ഈ 55 തവണ വാചകം എഴുതുമ്പോൾ കേവലം ഒരു ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ യാന്ത്രികമായി എഴുതരുത്. ഓരോ വരി എഴുതുമ്പോഴും ആ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ വലിയ ആനന്ദം, ആ ആവേശം, ആ സുരക്ഷിതത്വം ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് വേണം എഴുതാൻ. എഴുതുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിത്രം തെളിഞ്ഞു വരണം. വിഷ്വലൈസേഷൻ.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയതായോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാറിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നതായോ ഭാവനയിൽ കാണുക. നിങ്ങളുടെ വികാരങ്ങളുടെ പ്രകമ്പനം, വൈബ്രേഷൻ എത്രത്തോളം ഉയരുന്നോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് കാന്തം പോലെ ആകർഷിക്കപ്പെടും. ഇനി മൂന്നാമത്തെ നിയമം സ്ഥിരതയും സമയക്രമവുമാണ്. കൺസിസ്റ്റൻസി ആൻഡ് ടൈമിംഗ്. ഈ ടെക്നിക്കിനായി ഒരു ദിവസം ഒരു പ്രത്യേക സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ രാവിലെ ഉറക്കമുണർന്നയുടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള സമയം. ഈ സമയങ്ങളിൽ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ശാന്തമായിരിക്കുകയും ഉപബോധ മനസ്സിൻ്റെ വാതിലുകൾ പൂർണ്ണമായി തുറക്കപ്പെടുകയും ചെയ്യും. രാവിലെയാണ് നിങ്ങൾ എഴുതാൻ തുടങ്ങിയതെങ്കിൽ തുടർച്ചയായ 5 ദിവസവും ഒരേ സമയം തന്നെ എഴുതാൻ അതീവ ശ്രദ്ധ പുലർത്തണം. നാലാമത്തെ നിയമം പൂർണ്ണമായ ഏകാഗ്രതയാണ്. 0 ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പൂർണ്ണമായി സൈലൻ്റ് ആക്കി ദൂരേക്ക് മാറ്റിവെക്കുക. ടിവിയോ മറ്റോ വെച്ച് ബഹളമുള്ള ഇടങ്ങളിൽ ഇരിക്കരുത്. നിങ്ങളും നിങ്ങളുടെ പേനയും ഡയറിയും മാത്രം അടങ്ങിയൊരു പവിത്രമായ അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണം. പച്ചയോ നീലയോ മഷിയുള്ള പേന ഉപയോഗിച്ച് എഴുതുന്നത് നിങ്ങളുടെ ഊർജത്തെ കൂടുതൽ പോസിറ്റീവാക്കാൻ സഹായിക്കും. പലരും എന്നോട് ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. ഞങ്ങൾ 5 ദിവസം കൃത്യമായി 55 തവണ എഴുതി കഴിഞ്ഞു, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. കൂട്ടുകാരെ, ഇവിടെയാണ് ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തത്വം കടന്നു വരുന്നത്. അതാണ് ലെറ്റ് ഇറ്റ് ഗോ, അഥവാ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നത്. 5 ദിവസം എഴുതി പൂർത്തിയാക്കിയ ശേഷം ആ ഡയറി പതുക്കെ അടച്ചുവെക്കുക. പിന്നീട് എൻ്റെ ആഗ്രഹം എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നോർത്ത് നിരന്തരം വേവലാതിപ്പെടരുത്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം ആ ഭക്ഷണം വരുമെന്ന് 100% ഉറപ്പോടെ ശാന്തമായിരിക്കാറില്ലേ? അതുപോലെ പ്രപഞ്ചത്തിന് നിങ്ങൾ ഓർഡർ നൽകി കഴിഞ്ഞു. ശരിയായ സമയത്ത് പ്രപഞ്ചം എനിക്കത് എത്തിച്ചു തരും എന്ന അതീവ ശാന്തമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംശയവും ഭയവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ താമസിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ ഈ 55x5 ടെക്നിക് കൃത്യമായ നിയമങ്ങളോട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമതായി, നിങ്ങളുടെ ഉള്ളിലുള്ള എനിക്ക് പണമില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന പഴയ ലിമിറ്റിംഗ് ബിലീഫുകൾ പൂർണ്ണമായി തകർന്നു പോകും. നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മകളിൽ നിന്നും മാറി സമൃദ്ധിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. തലച്ചോറിലെ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം സജീവമാകുകയും പ്രപഞ്ചത്തിലുള്ള പുതിയ വരുമാന മാർഗങ്ങളെയും വലിയ അവസരങ്ങളെയും നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാൻ തുടങ്ങുകയും ചെയ്യും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരു കാന്തം ഇരുമ്പ് കഷ്ണങ്ങളെ ഒട്ടും ആയാസമില്ലാതെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിൻ്റെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വലിയ സാമ്പത്തിക സമൃദ്ധിയും വന്ന് നിറയട്ടെ എന്ന് സക്സസ് മന്ത്ര ആത്മാർത്ഥമായി ആശംസിക്കുകയും ബ്ലെസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ അത്ഭുതകരമായ മാന്ത്രിക വിദ്യ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ തികഞ്ഞ വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യുക, മണി ആൻഡ് സക്സസ് ഫ്ലോ ടു മീ. നിങ്ങളുടെ സമൃദ്ധിയുടെ ആ ആദ്യത്തെ സിഗ്നൽ പ്രപഞ്ചത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സക്സസ് മന്ത്ര ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മാന്ത്രികമായ പ്രപഞ്ച രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സമൃദ്ധിയിൽ ജീവിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.